ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് സംഘം പാലേക്കര ടോൾ പ്ലാസ പിന്നിട്ട് പോയിരിക്കുന്നു. ലിഷോയ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, ഇനിയിപ്പോ ഒരു കഷ്ടി 1-1.25 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ എത്തിച്ചേരും അല്ലേ? വയനാട്ടിൽ നിന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത്. പോലീസ് വാഹനം മുന്നിലിട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തെ വളഞ്ഞുകൊണ്ടാണ് കസ്റ്റഡിയിലെടുക്കൽ നടന്നത്. ഹണി റോസ് പരാതി നൽകി 24 മണിക്കൂറിനകം തന്നെ കടുത്ത നടപടിയിലേക്ക് പോലീസ് പോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വളരെ വൈകാരികമായി തന്നെ കുറിപ്പുകളായിരുന്നു ഹണി റോസ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടത്. പണത്തിൻ്റെ കുങ്കുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോകും, ഞാൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്ന അവസാന വരികളോടുകൂടിയായിരുന്നു ഇന്നലെ വന്ന കുറിപ്പ്. താൻ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെ നടത്തുകയാണ്, താൻ മുന്നോട്ട് പോകും, ഒരു തരത്തിലും പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹണി റോസ് ഇറങ്ങിയത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി താൻ അനുഭവിക്കുന്ന അധിക്ഷേപങ്ങൾ സഹികെട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന്. ലിഷോയുണ്ട്. ലിഷോയ്, അവിടെ പിന്നിട്ട് കഴിഞ്ഞു. 5:13 സമയം, ഒരു 6:15-6:00 കൊച്ചിയിലെത്തും അല്ലേ? തീർച്ചയായും അല്പസമയം മുമ്പാണ് പാലേക്കര ടോൾ പ്ലാസ പിന്നിട്ടത്. ഒരു പൈലറ്റ് വാഹനം ഉൾപ്പെടെ മറ്റൊരു വാഹനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അകമ്പടിയോടുകൂടി കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ പാലേക്കര ടോൾ പ്ലാസയിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു. അവർ കൈവീശി കാണിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ദയനീയമായൊരു കാഴ്ചയും നമ്മൾ ഇവിടെ കാണാൻ സാധിച്ചു. ഈ ഒരു കുറ്റം ചെയ്ത് ആ കുറ്റത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രതിക്കാണ് ഇത്തരത്തിലൊരു അഭിവാദ്യം അർപ്പിക്കുന്ന തരത്തിലുള്ള രീതിക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വലിയ തോതിൽ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പോലീസ് സംഘം ഇന്ന് അല്പസമയം മുമ്പാണ് പാലേക്കര ടോൾ പ്ലാസ പിന്നിട്ടത്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് ഈ സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. ഈ വഴിയിലുടനീളം, അതായത് പലയിടങ്ങളിലും ഗതാഗതം ഇത്തരത്തിൽ തടസ്സമൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, അതായത് ടോൾ പ്ലാസയിൽ തന്നെ മറ്റൊരിടത്തു കൂടി സാധാരണ വാഹനങ്ങൾ കടന്നു പോകുന്നിടത്ത് അല്ലാതെ മറ്റ് പ്രത്യേകം ഒരു ഫാസ്ടാഗ് അല്ലെങ്കിൽ ഈ ടോൾ നൽകാതെ പോകുന്നതിന് വേണ്ടി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെയുമായി കൊണ്ടുപോകുന്ന വാഹനം എന്തായാലും കൊണ്ടുപോയത്. ഈ നടിയെ അപമാനിച്ചതിന് ശേഷം പോലീസ് വളരെ വേഗത്തിൽ തന്നെ ഒരു നടപടിയെടുത്തു. കേരള സമൂഹത്തിന് തന്നെ വളരെ ഒരു അപമാനം തോന്നിക്കുന്ന തരത്തിലുള്ള പല പദപ്രയോഗങ്ങളും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. സിനിമാ ലോകത്തു നിന്നും അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നടപടിയെടുക്കാൻ എന്തായാലും പോലീസ് ഉടനടി തന്നെ നടപടിയെടുക്കാനായി ഒരു തീരുമാനമെടുക്കുകയും അതിൽ നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരുമായി ഈ പോലീസ് സംഘം പാലേക്കര ടോൾ പ്ലാസ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു വേഗത്തിൽ പോവുകയാണെങ്കിൽ കൊച്ചിയിലേക്ക് ഈ സംഘം എത്തും.